കേട്ടാണ് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിനടുത്ത് ഇങ്ങനെ തുണി കൊണ്ട് മറച്ചു കിട്ടിയ അതിൻ്റെ അടിയിലിരിക്കുന്ന ഒരാൾ, കൈരേഖാശാസ്ത്രം ഞാനെപ്പോഴും കാണാറുണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഞാൻ ആ വഴിക്ക് പോകാറേയില്ല. കാരണം ഒന്ന്, നമുക്കങ്ങനെ ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നുള്ളൊരു വിചാരം എനിക്ക് ചെറുപ്പത്തിലേ നല്ല വായന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പിന്നെ നമുക്ക് ശരി തെറ്റ് ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ളൊരു ചെറിയ വിചാരങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഈ കൈരേഖക്കാരെയൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നും അവർ ആളുകളെ പറഞ്ഞു പറ്റിച്ച് കാശ് വാങ്ങുന്നവരാണെന്നും ധരിച്ചിരുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഞാനൊന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടാൽ ഇന്നത്തെ പോലെ ശരിക്കും സുന്ദരനല്ല ഞാൻ അന്ന്. ആദ്യം പറഞ്ഞത് ശരിയാണ്, അന്നത്തെ കാലത്ത് മാത്രമല്ല, ഞാൻ ആരോട് ബെറ്റ് വെച്ചിട്ട് മുടി കംപ്ലീറ്റ് മുട്ടയടിച്ചിട്ട് ആകെപ്പാടൊരു പേക്കോലമാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ആരും ധൈര്യപ്പെട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, തീരെ സാധ്യതയില്ലാത്ത ഒരു സാധനമാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ കൈ നോക്കിയിട്ട് ആദ്യം പറഞ്ഞു, സിനിമ പോലുള്ള ഒരു മാധ്യമത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനും കുമാരമാഷും പരസ്പരം നോക്കി, ഇങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത്. കാരണം ഒരു വിദൂരത്ത് പോലും സിനിമയായിട്ട് ബന്ധമുള്ള ഒരാളുമായിട്ട് നമുക്ക് പരിചയമേ ഇല്ല. സിനിമ കാണുന്നു, സിനിമയോട് നമുക്ക് താല്പര്യമുണ്ട്, പക്ഷേ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ എന്തെങ്കിലും അർഹതയുണ്ടെന്ന് നമുക്ക് ആദ്യം തോന്നണല്ലോ. അപ്പോൾ അർഹതയില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത് അന്ന് നമുക്കറിയാം. നമ്മുടെ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് ഇയാൾ